ആ ഹിമാദ്രി എന്ന പർവ്വതനിരയ്ക്ക് സൗത്തായിട്ട് സിറ്റുവേറ്റ് ചെയ്യുന്ന രണ്ടാമത്തെ പാരലൽ റേഞ്ചിനെ വിളിക്കുന്ന പേരാണ് ഹിമാചൽ ഹിമാലയ. ആരാണ്? ഹിമാചൽ ഹിമാലയ, അല്ലെങ്കിൽ ലെസ്സർ ഹിമാലയാസ് എന്ന് വിളിക്കും. ഈ പർവ്വതങ്ങളും മറ്റുമായിട്ട് അടങ്ങുന്ന വളരെ നീളത്തിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു വലിയ ലാൻഡ് ഫോമിനെയാണ് റേഞ്ച് എന്ന് പറയുക. യെസ്, വൺസ് അഗെയിൻ വെൽക്കം എവ്രി വൺ. സഹകാരി പി എച്ച് ഡിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയ ഭാഗത്തിൻ്റെ ബാക്കി പത്രമാണ് അല്ലേ. അതായത് പൊതുവേ ഈ ഹിമാലയത്തിൻ്റെ ഡിവിഷൻസ് പഠിക്കുമ്പോൾ ഉറപ്പായിട്ടും പഠിച്ചിരിക്കേണ്ടത് എന്ന രീതിയിൽ പരിഗണിക്കുന്നൊരു ഡിവിഷനുണ്ടല്ലോ, നമ്മുടെ 3 പാരലൽ റേഞ്ചസ് ഓഫ് ഹിമാലയാസ്, ഹിമാദ്രി, ഹിമാചൽ, ശിവാലിക്സ്. അപ്പോൾ ആ ഒരു 3 പർവ്വത നിരകളെ പറ്റിയിട്ടുള്ള ഇൻഫർമേഷൻസ് ഒരുപാടൊന്നുമില്ല. നമ്മൾ കഴിഞ്ഞ ദിവസം റീജിയണൽ ഡിവിഷൻസ് എന്ന രീതിയിൽ ലോഞ്ചിറ്റ്യൂഡിനൽ ഡിവിഷൻസ് അങ്ങ് പടിഞ്ഞാറ് നിന്ന് കിഴക്ക് വരെയുള്ള ഹിമാലയത്തിനെ, വെസ്റ്റ് മുതൽ ഈസ്റ്റ് വരെയുള്ള ഹിമാലയത്തിനെ മുഴുവൻ നമ്മളൊന്ന് വിശകലനം ചെയ്ത് പോയിട്ടുണ്ടായി. കൂടുതലും ഫാക്ച്വൽ കണ്ടൻറ്റാണ്, അതിനകത്ത് അനലിറ്റിക്കലായിട്ട് ഒരുപാട് പറയാനില്ല, ഫാക്ച്വൽ കണ്ടൻറ്റായിരുന്നു. അവിടെ പഠിച്ച പല പരാമർശങ്ങളും തന്നെയാണ് നമുക്ക് ഇതിനകത്തും ഉൾപ്പെടുത്തേണ്ടി വരാൻ പറ്റുക. പക്ഷേ ഇവിടെ ഒരു ഡിവിഷൻസിന് വ്യത്യാസമുണ്ട്. നമ്മളതിൽ ഈസ്റ്റ് വെസ്റ്റ് എന്ന രീതിയിൽ റീജിയണൽ ഡിവിഷൻസിനെ പറ്റിയിട്ട് പറഞ്ഞപ്പോൾ ഇവിടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഹിമാലയത്തിൻ്റെ പ്രധാനപ്പെട്ട 3 പാരലൽ നിരകളെ പറ്റിയിട്ടാണ്. വടക്കൻ പർവ്വതങ്ങൾ അല്ലെങ്കിൽ ഉത്തര പർവ്വത മേഖല, ദ നോർത്തേൺ മൗണ്ടൻസ് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ബേസിക്കലി ഒരു 3 ഡിവിഷൻ അവിടെ കൊടുത്തിട്ടുണ്ടായി. ഏതാ? 1 ഹിമാലയം, 2 ട്രാൻസ് ഹിമാലയൻ, 3 പൂർവാഞ്ചൽ. അപ്പോൾ ഈ 3 ഡിവിഷനുകളിൽ തന്നെ ട്രാൻസ് ഹിമാലയത്തിൻ്റെ ഭാഗമായിട്ട് കാരക്കോറം, ലഡാക്ക്, സസ്കർ എന്നിങ്ങനെ 3 വടക്ക് മുതൽ തെക്ക് വരെ എന്ന രീതിയിൽ നോർത്ത് ടു സൗത്ത് പാരലൽ റേഞ്ചസിനെ പറ്റിയിട്ടുള്ള പരാമർശം നമ്മൾ നടത്തി. കാരക്കോറം, ലഡാക്ക് ആൻഡ് സസ്കർ റേഞ്ചസ്. പിന്നീട് വരുന്ന നമ്മുടെ ഹിമാലയ പർവ്വതമാണ്. ആ ഹിമാലയ പർവ്വതത്തിൻ്റെയും ഡിവിഷൻസ് നമ്മൾ പഠിച്ചു, പക്ഷേ അത് റീജിയണൽ ഡിവിഷൻസ് ആണ്. വെസ്റ്റ് നിന്ന് ഈസ്റ്റിലേക്കുള്ള ഡിവിഷൻസിനെയാണ് നമ്മൾ പഠിച്ചത്. കാരക്കോറത്തിൻ്റെ കാര്യത്തിൽ, ട്രാൻസ് ഹിമാലയത്തിൻ്റെ കാര്യത്തിൽ കാരക്കോറം, ലഡാക്ക്, സസ്കർ എന്നിങ്ങനെ 3 പാരലൽ നിരകളായി പർവ്വതത്തെ ഡിവൈഡ് ചെയ്തതിന് സമാനമായി ഹിമാലയത്തിൻ്റെ കാര്യത്തിലും അത്തരത്തിലൊരു ഡിവിഷൻ പോസിബിൾ ആണ്. ഒരു ഡിവിഷൻ നമ്മൾ അങ്ങനെ പഠിക്കുന്നുമുണ്ട്. 3 പാരലൽ നിരകൾ ഹിമാലയ പർവ്വതത്തിൻ്റെ ഭാഗമായും നിലവിലുണ്ട്. ആ 3 പാരലൽ നിരകളെ വിളിക്കുന്ന പേരാണ്, 1 ഏറ്റവും വടക്കായി കാണുന്ന, ഏറ്റവും പുറത്തായി കാണുന്ന, ഏറ്റവും പുറത്തായി കാണുന്നതെന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ നിന്ന് നോക്കുമ്പോൾ ഏറ്റവും പുറത്തായി കാണുന്ന, എന്നാൽ ഉത്തര പർവ്വത മേഖലയുടെ ഉള്ളിൽ നിൽക്കുന്ന ഇന്നർ ഹിമാലയാസ്, ഗ്രേറ്റർ ഹിമാലയാസ് എന്നൊക്കെ അറിയപ്പെടുന്ന ഹിമാദ്രി എന്ന പർവ്വതനിര. എന്തുകൊണ്ടാണ് ഇവനെ ഇന്നർ ഹിമാലയാസ് എന്ന് വിളിക്കുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മുടെ ടോട്ടൽ ഹിമാലയൻ റേഞ്ചസ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞല്ലോ. ദിസ് ഇസ് ദി ടോട്ടൽ ഹിമാലയൻ റേഞ്ച്, ഉത്തര പർവ്വത മേഖല. ട്രാൻസ് ഹിമാലയം ഉൾപ്പെട്ട് വരുന്നതാണ് ടോട്ടൽ ഹിമാലയം. അപ്പോൾ ഈ ട്രാൻസ് ഹിമാലയം, അത് കഴിഞ്ഞിട്ട് ഹിമാലയം. അപ്പോൾ ഈ ട്രാൻസ് ഹിമാലയത്തിന് നടുവിലായെന്ന രീതിയിൽ നിൽക്കുന്ന പർവ്വതനിരയാണ് നമ്മുടെ ഹിമാദ്രി, ദ നോർത്തേൺ മോസ്റ്റ് പർവ്വതനിര ഓഫ് ഹിമാലയാസ്. അതായത് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് ശരിക്കുമുള്ള നോർത്തേൺ മൗണ്ടൻസിൻ്റെ ഉള്ളിലായിട്ടെന്ന രീതിയിൽ പറയാൻ പറ്റും. അതുകൊണ്ട് ഇവരെ നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇന്നർ ഹിമാലയ എന്ന് വിളിക്കുന്നത്. പിടി കിട്ടിയല്ലോ. ദിസ് ഇസ് വൈ. അല്ലെങ്കിൽ നമ്മൾ പൊതുവെ വിചാരിക്കുന്ന ഇവൻ ഔട്ടർ ഹിമാലയ എന്നല്ലേ വിളിക്കണ്ടേ? കാരണം ഇവൻ ഹിമാലയ പർവ്വതത്തിൽ ഏറ്റവും വടക്കായിട്ട് കിടക്കുന്ന, ഏറ്റവും പുറത്തായിട്ട് കിടക്കുന്നവനല്ലേ? ഇന്ത്യയിൽ നിന്ന് നോക്കുമ്പോൾ ഏറ്റവും പുറത്തായിട്ട് കിടക്കുന്നവനല്ലേ? ആണ്. പക്ഷെ അതിന് മുകളിൽ നമ്മുടെ എന്തുണ്ട്? ട്രാൻസ് ഹിമാലയൻ നിരകളുണ്ട് എന്നുള്ളത് നമ്മൾ മറന്നു. അപ്പോൾ അതുകൂടി പരിഗണിക്കുമ്പോൾ ട്രാൻസ് ഹിമാലയത്തിന് നടുവിൽ പെട്ട പോലെ ഉള്ളിലായിട്ട് നിൽക്കുന്നതായിട്ട് ആരെ കാണാൻ സാധിക്കും? ഹിമാദ്രിയെ കാണാം. അതുകൊണ്ടാണ് ഇവനെ ഇന്നർ ഹിമാലയ എന്ന് വിളിക്കുന്നത്. അതുപോലെ മറ്റൊരു പേര് ഇവന് ഗ്രേറ്റർ ഹിമാലയ എന്നാണ്. എന്തുകൊണ്ടാണ് ഇവനെ ഗ്രേറ്റർ ഹിമാലയ ആണ്? ഗ്രേറ്റ് എന്നതിനേക്കാൾ ഗ്രേറ്റ് ഹിമാലയ എന്നല്ല, ഗ്രേറ്റർ ഹിമാലയ. കളർ മാറ്റട്ടെ. ഗ്രേറ്റർ ഹിമാലയ എന്ന് വിളിക്കും. എന്തുകൊണ്ടാണ് ഗ്രേറ്റർ ഹിമാലയ എന്ന് വിളിക്കുന്നത്? ഈ 3 പർവ്വത നിരകളുണ്ടല്ലോ, ഹിമാദ്രി, ഹിമാചൽ, ശിവാലിക്സ്. ഈ 3 പർവ്വത നിരകളിൽ ഏറ്റവും പ്രായം ചെന്നവൻ, അല്ലെങ്കിൽ ഏറ്റവും വലിപ്പം കൂടിയവൻ, അല്ലെങ്കിൽ ഏറ്റവും ഉയരമേറിയവൻ, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നീളമുള്ളവൻ, ഈ പറയുന്ന എല്ലാ മേന്മകളും ആർക്കാ? ഹിമാദ്രിക്ക.
അതുകൊണ്ട് ഇവൻ എന്ത് വിളിച്ചിരിക്കുന്നത്? ഗ്രേറ്റർ ഹിമാലയ. ഉള്ളതിൽ ഏറ്റവും ഉയരം കൂടുതൽ എന്നത് കണക്കിലാക്കിയാലും മതിയാവും, ഇവനാണ് ഗ്രേറ്റ്. ഇത്രയേ ഉള്ളൂ. ദാറ്റ്സ് വൈ വി കോൾ ദിസ് ആസ് ഗ്രേറ്റർ ഹിമാലയസ് ആസ് വെൽ. പിടി കിട്ടിയോ? അത് ഒന്നാമത്തെ ഡിവിഷൻ. ഇവനാണ് ഏറ്റവും വടക്ക് എന്ന് നമ്മൾ പറഞ്ഞു, ഹിമാദ്രി. ആ ഹിമാദ്രി എന്ന പർവ്വതനിരയ്ക്ക് സൗത്തായിട്ട് സിറ്റുവേറ്റ് ചെയ്യുന്ന രണ്ടാമത്തെ പാരലൽ റേഞ്ചിന് വിളിക്കുന്ന പേരാണ് ഹിമാചൽ ഹിമാലയ. ആരാണ്? ഹിമാചൽ ഹിമാലയ, അല്ലെങ്കിൽ ലെസ്സർ ഹിമാലയാസ് എന്ന് വിളിക്കും. ഇത് വിളിക്കാം ലെസ്സർ ഹിമാലയാസ്. അതിനുശേഷം വീണ്ടും സൗത്തായിട്ട് ഒരു പർവ്വതനിര കൂടി കാണാൻ സാധിക്കും ഹിമാലയത്തിൻ്റെ ഭാഗമായി. അവൻ്റെ പേരാണ് ഷിവാലിക്സ്. ഹിമാലയത്തിൽ ഏറ്റവും പുറത്തായി കാണുന്നവൻ ഇവനാണ്. അതുകൊണ്ട് അവൻ ഔട്ടർ ഹിമാലയ എന്ന് വിളിക്കും. പിടികിട്ടിയോ? ഇത്രയേ ഉള്ളൂ. സിമ്പിൾ അല്ലേ? വി ഹാവ് എ ഹിമാദ്രി, ഹിമാചൽ ആൻഡ് എ ഷിവാലിക്. ഇതാണ് 3 ഹിമാലയത്തിൻ്റെ സമാന്തര ശ്രേണികൾ എന്ന രീതിയിൽ പഠിക്കാം. ഓരോരുത്തരായിട്ട് നോക്കാം. ഹിമാദ്രിയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? It is the most continuous and northernmost range consisting of the loftiest peaks with an average height of 6,000 meters. ഏറ്റവും വടക്കായി കാണുന്ന, ഏറ്റവും കൂടുതൽ കണ്ടിന്യൂയിറ്റിയുള്ള, ഏറ്റവും കൂടുതൽ ഗ്യാപ്പുകൾ കുറഞ്ഞ, വിടവുകൾ കുറഞ്ഞ, സുദീർഘമായി നീണ്ടു നിൽക്കുന്ന, ഉള്ള 3 നിരകളിൽ ഏറ്റവും കൂടുതൽ ഉയരമുള്ള, ആവറേജ് ഹൈറ്റ് ഏറെക്കുറെ 6000 മീറ്ററോ അതിൽ കൂടുതലോ നിലവിലുള്ള പർവ്വതനിരയാണ് ഹിമാദ്രി. ഹിമാലയ പർവ്വതനിരകളിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പീക്ക്, കൊടുമുടികളെല്ലാം തന്നെയും അടങ്ങുന്നത് ഹിമാദ്രിയുടെ ഭാഗമായിട്ട്. ലോകപ്രശസ്തമായ, ലോകത്തിലെ ഏറ്റവും വലിയ കൊടുമുടിയായ മൗണ്ട് എവറസ്റ്റ് പോലും സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഹിമാദ്രി എന്ന പർവ്വതനിരയുടെ ഭാഗമാണ്. പക്ഷേ നോട്ട് ഇൻ ഇന്ത്യ, ഇറ്റ് ഇസ് ഇൻ നേപ്പാളിലാണെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഹിമാദ്രി എന്ന ഈ ഒരു പർവ്വതനിരയുടെ ഭാഗമായിട്ടാണ് അവൻ സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. ഇന്ത്യയിൽ പൂർണ്ണമായി സിറ്റുവേറ്റ് ചെയ്യുന്നതിൽ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ കാഞ്ചൻജംഗ എന്ന സിക്കിമിലെ കൊടുമുടി സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നതും ഇതേ ഹിമാദ്രി എന്ന പർവ്വതനിരയുടെ ഭാഗമായിട്ടാണ്. അതുകൊണ്ടാണ് ഇവൻ പ്രോമിനൻ്റ് ആയിട്ടുള്ള ഹിമാലയൻ പീക്കുകളെല്ലാം തന്നെ അടങ്ങിയിരിക്കുന്ന പർവ്വതനിരയാണ് ഹിമാദ്രി എന്ന രീതിയിൽ അറിയപ്പെടുന്നത്. It contains all the prominent Himalayan peaks and the folds of the great Himalayas are asymmetrical in nature. Symmetrical അല്ല, ഇവിടെ ഉള്ള മടക്കുകളൊക്കെ അസിമെട്രിക് ആണ്. കാണുമ്പോൾ ഹിമാലയത്തിന് ഒരേപോലുള്ള പർവ്വതത്തിൻ്റെ ഉയർച്ചയും താഴ്ചയും കാണാൻ സാധിക്കുന്നത് ഉണ്ടാവില്ല എന്നുള്ളതാണ് പറയുന്നത്. അത് മാത്രമല്ല, ഈ പ്രദേശത്തെ ഹിമാലയത്തിലെ ഹിമാദ്രി എന്ന പ്രദേശത്തിലെ പ്രധാനപ്പെട്ട കോർ പോർഷൻസ് എല്ലാം തന്നെ അടങ്ങിയിരിക്കുന്നത് ഗ്രാനൈറ്റ് എന്ന ഇഗ്നിയസ് റോക്സിൻ്റെ ഭാഗമായിട്ടായിരിക്കും. ഇഗ്നിയസ് റോക്സ് ആണ്, അതായത് ഈ ലാവ തണുത്തുറഞ്ഞുണ്ടായ പാറകൾ എന്ന രീതിയിൽ അറിയപ്പെടുന്നവയാണ് ഇഗ്നിയസ് റോക്സ്. അതിൻ്റെ ഭാഗമായിട്ടുള്ള ഉദാഹരണങ്ങളിൽ ഒന്നാണ് ഗ്രാനൈറ്റ്. ഈ ഹിമാലയത്തിൻ്റെ പ്രധാന ഭാഗങ്ങളെല്ലാം തന്നെ അടങ്ങിയിരിക്കുന്നത് എന്തിനാലാണ്? ഗ്രാനൈറ്റാലാണ് എന്നുള്ളതാണ്. And it is perennially snowbound and a number of glaciers descend from this range. ശരിയല്ലേ? ഉള്ളതിൽ ഏറ്റവും ഉയരം കൂടിയ നിരയാണ് ഹിമാദ്രി എന്ന് പറഞ്ഞതാണ്. ആവറേജ് എലിവേഷൻ 6000 മീറ്റർ. ഉള്ളവയിൽ ഏറ്റവും ഉയരം കൂടിയ നിരയാണ് ഹിമാദ്രി എന്നതുകൊണ്ട് തന്നെ കാലാനുസൃതമായി കാലത്തിനുടനീളം മഞ്ഞ് വീഴ്ചയുള്ള, അല്ലെങ്കിൽ മഞ്ഞിനാൽ ചുറ്റപ്പെട്ട് നിൽക്കുന്ന പ്രദേശമായി കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നിരവധി ഗ്ലേഷ്യേഴ്സ്, ഹിമാനികളും ഈ പറയുന്ന ഹിമാദ്രി എന്ന നിരയുടെ ഭാഗത്തു നിന്ന് ഒറിജിൻ ചെയ്യുന്നുണ്ടെന്ന് പറയാം. അതിനുദാഹരണമാണ് നമ്മുടെ ഗംഗോത്രി, യമുനോത്രിയൊക്കെ പോലുള്ള ഉത്തരാഖണ്ഡിൻ്റെ ഭാഗമായി വരുന്ന ഹിമാലയത്തിൽ ഈ ഹിമാദ്രി എന്ന മലനിരയുടെ ഭാഗമായി വരുന്ന ഹിമാനികളെന്നും പറയാം. റീജിയണൽ ഡിവിഷൻസിൽ നമ്മളത് ഉത്തരാഖണ്ഡ് ഹിമാനിയിലാണ് പഠിച്ചത്. റീജിയണൽ ഡിവിഷനിൽ നമ്മളത് ഉത്തരാഖണ്ഡ് ഹിമാനിയിലാണ് പഠിച്ചത്. ഇവിടെ ഈ ഒരു രീതിയിൽ പാരലൽ റേഞ്ച് പറയുമ്പോൾ ഹിമാദ്രിയുടെ ഭാഗം ഏറ്റവും ഉയരമുള്ള ഭാഗമായിരിക്കുമല്ലോ. ആ ഒരു ലോജിക്ക് നമ്മളിവിടെ അപ്ലൈ ചെയ്താൽ മതിയാവും. ചിത്രം ഒന്ന് പരിശോധിച്ചാൽ ഏറ്റവും വടക്കായി കാണുന്ന ട്രാൻസ് ഹിമാലയത്തിൻ്റെ ഈ 3 നിരകൾ കഴിഞ്ഞ് ഹിമാലയത്തിൻ്റെ തുടക്കത്തിലായി കാണുന്ന ഈ ഒരു പർവ്വതനിരയാണ് നമ്മുടെ ഹിമാദ്രി. ഏറ്റവും കൂടുതൽ നീളത്തിൽ ഹിമാലയത്തിൽ എക്സ്റ്റെൻഡ് ചെയ്ത് നിൽക്കുന്ന പർവ്വതനിരയാണെന്ന് ഹിമാദ്രി നമുക്ക് പറയാം. ഈ ഹിമാദ്രി എന്ന പർവ്വതനിരയുടെ ഭാഗമായിട്ട് നമുക്കിവിടെ നംഗ പർവ്വതം സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് കാണാൻ സാധിക്കും.
സിന്ധു നദി സസ്കർ ലഡാക്ക് റേഞ്ചുകളെ ചുറ്റി സസ്കർ ലഡാക്ക് റേഞ്ചസിനിടയിലൂടെ സഞ്ചരിച്ച് ഈ നംഗപർവ്വതത്തിനെ താണ്ടിയാണ് പാകിസ്ഥാനിലേക്ക് പോകുന്നത് നമുക്കറിയാം. ആ ഹിമാദ്രിയാണത്. അതിന് താഴെയായി ധാരാളം ഗ്യാപ്പുകളോടുകൂടി കാണുന്ന പർവ്വതനിരയാണ് ഹിമാചൽ. ഏറ്റവും അവസാനമായി കാണുന്നയാളോ ശിവാലിക്. ചോദ്യത്തിൽ ഹിമാദ്രിയെ ഇങ്ങനെ വിശേഷിപ്പിക്കാം: ട്രാൻസ് ഹിമാലയൻ നിരയ്ക്ക് അല്ലെങ്കിൽ സസ്കർ നിര. രണ്ട് ചോദ്യവും വരാം കേട്ടോ. ട്രാൻസ് ഹിമാലയത്തോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഹിമാലയൻ നിര ഏത്? ട്രാൻസ് ഹിമാലയത്തിനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഹിമാലയൻ ശ്രേണി ഏത് എന്ന ചോദ്യത്തിന് ഉത്തരം ഹിമാദ്രിയാണ്. അതുമല്ലെങ്കിൽ ട്രാൻസ് ഹിമാലയത്തിലെ സസ്കർ നിരയോട് ഏറ്റവും അടുത്തായി സ്ഥിതി ചെയ്യുന്ന ഹിമാലയൻ നിര ഏത് എന്ന ചോദ്യത്തിന് മറുപടിയും ഇതേ ഹിമാദ്രി തന്നെ. സംശയം ഏതും വേണ്ട. ശരിയല്ലേ? കണ്ടോ, നംഗപർവ്വതം അടങ്ങുന്ന ഈ ഒരു ഗ്രേറ്റർ ഹിമാലയ, ഈ മൗണ്ട് എവറസ്റ്റ് 8849 മീറ്റർ ഉയരമുള്ള മൗണ്ട് എവറസ്റ്റ്, 8586 മീറ്റർ ഉയരമുള്ള കാഞ്ചൻജംഗ, ഇതേപ്പറ്റി രണ്ടിനെയും ഞാൻ ഓൾറെഡി പറഞ്ഞു ഹിമാദ്രി എന്ന പർവ്വതനിരയുടെ ഭാഗമായിട്ടാണ് കാണുന്നതെന്ന്. 8485 മീറ്റർ ഉയരം വരുന്ന മക്കാലു പീക്ക്, 8167 മീറ്റർ വരുന്ന ധൗലഗിരി പീക്ക്, 8126 മീറ്റർ വരുന്ന നംഗപർവ്വതം, അങ്ങ് പടിഞ്ഞാറേ ഭാഗത്താണെന്ന് മാത്രം നംഗപർവ്വതം, ഇതെല്ലാം അടങ്ങുന്നത് ഈ ഹിമാലയൻ ഹിമാലയൻ റേഞ്ചായ ഹിമാദ്രിയുടെ ഭാഗമായിട്ടാണ്. The highest peak in India is the Mount K2, but the highest peak completely situated in India would be the Mount Kanchenjunga of the Western Sikkim. അതിന് കാരണം അല്ലെങ്കിൽ അതിന് കാര്യം എന്താണ് എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് അല്ലേ കഴിഞ്ഞ ക്ലാസ്സുകളിൽ. അതുകൊണ്ട് കൂടുതൽ ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ബിക്കോസ് മൗണ്ട് K2 ഇസ് ഇൻ POK. ഇത് പാക് ഒക്കുപ്പൈഡ് കശ്മീരിൻ്റെ ഭാഗമായിട്ടാണ് മൗണ്ട് K2 സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് നമുക്കതവിടെ പറയാൻ സാധിക്കില്ല. ഇവിടെ കുറച്ച് വിശേഷണങ്ങൾ തന്നിട്ടുണ്ട്. എന്തിനെയാണ് ഒരു മൗണ്ടൻ പാസ്, എന്തിനാണ് ഒരു റേഞ്ച്, എന്തിനാണ് ഒരു പീക്ക്, എന്തിനാണ് വാലി, എന്തിനാണ് ഡുൺ എന്നൊക്കെ വിളിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ വാലിയും ഡുണ്ണും ഒക്കെ മോറോർലെസ് ഒരുപോലെയാണ്. പക്ഷെ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ വരുന്ന വാലിക്ക് ഡുൺ എന്ന പേര് കൊടുക്കുന്നു എന്ന് മാത്രം. പാസ് എന്ന് പറയുന്നത് ഒരു പർവ്വതനിരയിൽ സ്വാഭാവികമായി രൂപം കൊള്ളുന്ന വിടവിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? പാസ് എന്ന് വിളിക്കുക. പർവ്വത ചുരം എന്നൊക്കെ നമ്മൾ വിളിക്കുക. ഒരു പർവ്വതത്തിൽ വരുന്ന സ്വാഭാവികമായിട്ടുള്ള ഗ്യാപ്പ്, വിടവുകളെ വിളിക്കുന്ന പേരാണ് പാസ്. എന്തുകൊണ്ട് പാസ് എന്ന് വിളിക്കുന്നു? പർവ്വതത്തെ പാസ് ചെയ്യാൻ ഇവൻ സഹായിക്കുന്നു. പർവ്വതത്തെ പാസ് ചെയ്ത് പോകാൻ ഇവൻ സഹായിക്കുന്നു. അതുകൊണ്ട് ഇവൻ മൗണ്ടൻ പാസ്. കിട്ടിയോ? ഒരു ഭാഗത്തുനിന്ന് മറ്റൊരു ഭാഗത്തേക്ക് ആക്സസ്. ഈ പർവ്വതങ്ങളും മറ്റുമായിട്ട് അടങ്ങുന്ന വളരെ നീളത്തിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു വലിയ ലാൻഡ് ഫോമിനെയാണ് റേഞ്ച് എന്ന് പറയുക. നിര, പർവ്വത നിര എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, അത്. വാലി എന്നത് താഴ്വരയാണ്. എ ഡിപ്രഷൻ ഓർ എ ഫ്ലാറ്റ് ലാൻഡ് ബിറ്റ്വീൻ ടു എലിവേറ്റഡ് ഏരിയാസ്. ഉയർന്നു നിൽക്കുന്ന രണ്ട് പർവ്വത നിരകൾക്കിടയിലൂടെയുള്ള താഴ്വരയെ വിളിക്കുന്ന പേരാണ് വാലി. താഴ്വരകൾ, മലയാളത്തിൽ വാലിയെ താഴ്വര എന്ന് തന്നെയാണ് പറയുക. ഇതേ താഴ്വരയ്ക്ക് സമാനമായത് തന്നെയാണ് ആര്? ഡുൺ എന്ന് പറയുന്നത്. പക്ഷെ ഒരു വ്യത്യാസം, ഹിമാചലിനും ശിവാലിക്കിനും ഇടയിലായിട്ട് സിറ്റുവേറ്റ് ചെയ്യുന്ന ഇത്തരത്തിലുള്ള താഴ്വരകളെ വിളിക്കുന്ന പേരാണ് ഡുൺസ് എന്ന് മാത്രം. പിടികിട്ടിയോ? ഉള്ള വ്യത്യാസങ്ങൾ. ഹിമാദ്രിയിൽ വരുന്ന പ്രധാന ചുരങ്ങൾ, പർവ്വത ചുരങ്ങൾ എന്ന് പറയുന്നതിൽ ബാരാലച്ചാല വിടും, ഹിമാചൽ പ്രദേശിലെ. അതേ ഹിമാചൽ പ്രദേശിലെ തന്നെ ഷിപ്കില പാസ് വിടുന്നുണ്ട്. സിക്കിമിലെ നാഥുല, ലഡാക്കിലെ സോജില, ലഡാക്കിലെ അല്ലെങ്കിൽ കാർഗിൽ, രണ്ടിലേതെങ്കിലും പറയുക. അരുണാചൽ പ്രദേശിലെ ബോമിഡില ചുരം എന്നിവയൊക്കെ ഹിമാദ്രിയുടെ ഭാഗമായിട്ട് വരുന്ന ചുരങ്ങളായി കൺസിഡർ ചെയ്യാവുന്നതാണ്. ചുരങ്ങൾ ബേസിക്കലി ഞാൻ പറഞ്ഞതാണ്, ഒരു ഡീറ്റെയിൽഡ് ടേബിൾ പോലെ എന്ന രീതിയിൽ നിങ്ങൾക്ക് എത്തിക്കാനായിട്ട് പരമാവധി ഞാൻ ശ്രമിക്കുന്നുണ്ടാവും. രണ്ടാമത്തേത് ദ ലെസർ ഹിമാലയാസ്. ലെസർ ഹിമാലയാസ് എന്ന് പറയുമ്പോൾ രണ്ടാമത്തെ വിഭാഗമാണ് ലെസർ ഹിമാലയാസ്. രണ്ടാമത്തെ വിഭാഗം ഇന്നർ ഹിമാലയാസിൽ ലെസർ ഹിമാലയാണ്. ലെസർ ഹിമാലയാസ് അല്ലെങ്കിൽ എന്ത് വിളിക്കാം? ഹിമാചൽ ഹിമാലയാസ്.
ഇത് മറ്റേ റീജിയണൽ ഡിവിഷൻ ഹിമാചൽ അല്ല കേട്ടോ, ഹിമാദ്രി, ഹിമാചൽ, ശിവാലിക് ആ രീതിയിൽ പാരലൽ ഡിവിഷൻ വരുന്നതാണ്. ഇത് മുതൽ ഇതുവരെ ഉള്ളതിനെ നമ്മൾ ഹിമാചൽ ശിവാലിക്സ്, ഹിമാചൽ ഹിമാലയ എന്ന് വിളിക്കും. അതിന് കൺഫ്യൂഷൻ വരാതിരിക്കാനും കൂടി വേണ്ടിയാണ് ഇവിടെ ലെസർ ഹിമാലയ എന്നൊരു പേര് കൂടി വന്നേക്കുന്നത് കേട്ടോ. നേരത്തെ നമ്മൾ പറഞ്ഞു ഇവിടെ മാത്രമുള്ളൊരു ഹിമാലയം ഉണ്ടായിരുന്നു, ഹിമാചൽ ഹിമാലയം റീജിയണൽ ഡിവിഷനിൽ നമ്മൾ പഠിച്ചു. ഇതല്ല, ഇത് എൻ്റെ ആ ഒരു പാരലൽ സ്ട്രെച്ചിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലെസർ ഹിമാലയ അഥവാ ഹിമാചൽ ഹിമാലയ എന്ന്. ഹിമാദ്രിയാണ് ഉള്ളതിൽ ഏറ്റവും ഉയരം കൂടിയ നിര എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞില്ലേ. പർവ്വതനിരകളിൽ ഏറ്റവും കൂടുതൽ ഉയരമുള്ളത് ഹിമാദ്രിയാണെന്ന് പറഞ്ഞതാണ്. ഉള്ളതിൽ ഏറ്റവും ഉയരം കൂടിയ നിര ഹിമാദ്രിയാണ് എങ്കിൽ ഇവൻ അതിനേക്കാൾ താഴ്ന്ന നിരയായിരിക്കും. 4500 മീറ്ററൊക്കെയാണ് ഇവൻ്റെ ആവറേജ് ഉയരം വരുന്നത്. അതിൽ താഴെ ഹിമാദ്രിയിൽ 6000-ന് മേലെയായിരുന്നു. അതുപോലെ തന്നെ വീതി താരതമ്യേന കുറച്ചുകൂടി കുറവാണ്, ഒരു 50 കിലോമീറ്ററൊക്കെ വരും. പിർപഞ്ചൽ, ധൗലാധർ, മഹാഭാരത റേഞ്ചസ് കേട്ടിട്ടില്ലെങ്കിൽ ഇറങ്ങിക്കുക, ഒക്കെ അടങ്ങുന്നത് ഈ ലെസർ ഹിമാലയാസിൻ്റെ അല്ലെങ്കിൽ ഹിമാചൽ ഹിമാലയാസിൻ്റെ ഭാഗമായിട്ടാണ്. ഏതൊക്കെയാണ്? നമ്മുടെ പീർപഞ്ചൽ നിരകൾ, ധൗലാധർ നിരകൾ, മഹാഭാരത നിരകളൊക്കെ ഈ ലെസർ ഹിമാലയാസിൻ്റെ ഭാഗമായിട്ടാണെന്ന് പറയാം. ഷിംല, ഡാർജിലിംഗ്, ചക്രത, മസൂരി, നൈനിതാൽ തുടങ്ങിയ അതിമനോഹരമായ സുഖവാസ കേന്ദ്രങ്ങൾ അടങ്ങുന്ന പ്രദേശം ഹിമാചൽ ഹിമാലയാസ് അല്ലെങ്കിൽ ലെസർ ഹിമാലയാസ്. ഈ മസൂരി എന്നതൊരു സുഖവാസ കേന്ദ്രത്തിനുപരി ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലേക്ക് ജോലി കിട്ടുന്ന IAS ഉദ്യോഗസ്ഥർക്ക് ട്രെയിനിങ് കൊടുക്കുന്ന ട്രെയിനിങ് ക്യാമ്പായ ലാൽ ബഹദൂർ ശാസ്ത്രി നാഷണൽ അക്കാഡമി ഓഫ് അഡ്മിനിസ്ട്രേഷൻ സ്ഥിതി ചെയ്യുന്നതും ഇതേ മസൂരിയിലാണ്. മനസ്സിലാക്കുക കേട്ടോ. അപ്പോൾ ഈ പ്രദേശങ്ങളൊക്കെ എന്തിൻ്റെ ഭാഗമായിട്ട് വരുന്നു? ഹിമാചൽ ഹിമാലയാസ് അല്ലെങ്കിൽ ലെസർ ഹിമാലയാസിൻ്റെ ഭാഗമായിട്ട് വരുന്നു. മനസ്സിലാക്കാം. ഇവിടെ കിട്ടുന്നുണ്ടോ? ഇറ്റ് ഓൾസോ കംപ്രൈസസ് ഓഫ് ദി ഫേമസ് വാലീസ് ഓഫ് കശ്മീർ, കുളു, കാംഗ്ര എക്സെട്ര. താഴ്വരകളിൽ കശ്മീർ, കുളു, കാംഗ്ര താഴ്വരകളും ഈ ലെസർ ഹിമാലയാസിൻ്റെ ഭാഗമായിട്ട് പറയാം. ഊർജോൽപാദന രംഗത്ത് ഇന്ത്യ ഓൾട്ടർനേറ്റ് ആയിട്ടുള്ള മാധ്യമങ്ങൾ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. റിന്യൂവബിൾ ആയിട്ടുള്ള പുനരുപയോഗിക്കുവാൻ സാധിക്കുന്ന തരത്തിലുള്ള ഊർജ്ജത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന പഞ്ചാമൃത ലക്ഷ്യങ്ങൾ ഉൾപ്പെടെയുള്ള ലക്ഷ്യങ്ങളിൽ ഊന്നൽ നൽകി ഇന്ത്യ മുന്നോട്ട് പോകുമ്പോൾ ഇന്ത്യക്ക് പരിഗണിക്കാവുന്ന റിന്യൂവബിൾ ആയിട്ടുള്ള ഊർജ്ജ സ്രോതസ്സുകളിൽ ഒന്നാണ് ജിയോ തെർമൽ എനർജി. ഞാനിതിന് ആ ജിയോ തെർമൽ എനർജിയുടെ കാര്യം ഇവിടെ ഹിമാലയത്തിനിടയിൽ പറഞ്ഞത് ബിക്കോസ് ലെസർ ഹിമാലയാസിൽ ചൂട് നീരുറവകളെ കാണാൻ സാധിക്കുന്നുണ്ട്. ഹോട്ട് സ്പ്രിങ്സ്, മണികരൻ, ന്യൂബ്ര വാലി, ഖീരഗംഗ എന്നിവ ഉദാഹരണങ്ങളാണ് അതിന്. ഇതിൽ ഓൾറെഡി നമ്മളൊരു പരീക്ഷണം ജിയോ തെർമൽ ഭൗമതാപോർജ വിനിയോഗത്തിനായി ഈ മണികരൻ എന്ന പ്രദേശത്ത് നിന്ന് നടത്തി കഴിഞ്ഞു. അതായത് മണികരനിൽ ഓൾറെഡി വി ഹാവ് എ ജിയോ തെർമൽ പ്ലാന്റ്. അപ്പോൾ ഊർജ്ജോൽപാദനം അതുവഴി സാധ്യമാണ് എന്നതിനൊരു ഉദാഹരണമാണത്, അല്ലെങ്കിൽ ഒരു സൂചനയാണത്. റിന്യൂവബിൾ എനർജിയിലേക്ക് ഉറ്റുനോക്കുന്ന ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിൽ ഹിമാലയ ഭാഗത്ത് കാണുന്ന ഹോട്ട് സ്പ്രിങ്ങുകളിൽ നിന്ന് ഊർജ്ജോൽപാദനം നടത്തുവാൻ സാധിക്കുന്നുവെങ്കിൽ ആ മേഖലകളിലെങ്കിലും അറ്റ്ലീസ്റ്റ് അണ്ടർ പവേർഡായിട്ട് നിൽക്കുന്ന ഊർജത്തിൻ്റെ കാര്യത്തിൽ പർട്ടിക്കുലർലി ഒരുപാട് പോരായ്മകൾ ഫേസ് ചെയ്യുന്ന പ്രദേശമാണ് ഈ ഹിമാലയൻ റേഞ്ചസ്. അണക്കെട്ടുകൾ പണി കഴിപ്പിക്കുന്നതും മഞ്ഞുവീഴ്ചയും പിന്നെ എക്സ്ട്രീമായിട്ടുള്ള കാലാവസ്ഥയും ഉയർന്ന ഓൾട്ടിറ്റ്യൂഡും അതികഠിനമായിട്ടുള്ള ടെറൈനും ഒക്കെ ഊർജ്ജോൽപാദനത്തിനെ ശരിക്കും പറഞ്ഞാൽ ഒരു വെല്ലുവിളി ഏൽപ്പിക്കുന്നുണ്ട് ആ ഒരു മേഖലയിൽ. ആ മേഖലയിൽ ജിയോ തെർമൽ എനർജി ഉപയോഗിക്കുവാൻ സാധിച്ചു കഴിഞ്ഞാൽ അത് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ആസ്പെക്റ്റ് ആയിരിക്കും. അതിന് സാധിക്കുന്ന സൂചനകൾ തരുന്നൊരു താഴ്വര കൂടിയാണ് ഈ ഒരു ഹിമാചൽ റേഞ്ചസിൻ്റെ ഭാഗമായിട്ട് കാണാൻ പറ്റുക. മൂന്നാമത്തെ പാരലൽ റേഞ്ച് എന്ന് പറയുന്നത് ഷിവാലിക്സ് അല്ലെങ്കിൽ ഔട്ടർ ഹിമാലയാസ് എന്ന് വിളിക്കാൻ പറ്റുന്ന പ്രദേശമാണ്. ഷിവാലിക്സ് അല്ലെങ്കിൽ ഔട്ടർ ഹിമാലയാസ് ഇന്ത്യയുടെ ഉത്തര പർവ്വത മേഖലയിൽ ഏറ്റവും സൗത്തായി കാണുന്ന പർവ്വത മേഖല. ഉത്തരപർവ്വത മേഖല എന്ന് പറയുമ്പോൾ ഹിമാലയൻ മേഖലയിൽ കേട്ടോ, ഹിമാലയൻ നിരകളിൽ ഏറ്റവും സൗത്തായി കാണുന്ന പർവ്വത നിര. ഇന്ത്യയുടെ ഉത്തരേന്ത്യൻ സമതലങ്ങൾ അല്ലെങ്കിൽ ദ നോർത്തേൺ പ്ലെയിൻസ് എന്ന് വിളിക്കുന്ന ഉത്തരമഹാസമതലങ്ങളോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന
പർവ്വത മേഖലയാണ് ഷിവാലിക് റേഞ്ചസ്. അതുകൊണ്ട് തന്നെ ഹിമാലയത്തിൻ്റെ ഏറ്റവും പുറത്തായി സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്ന പർവ്വതനിര എന്ന വിശേഷണം കാണാൻ സാധിക്കും. ഇവിടെ ഓൾട്ടിറ്റ്യൂഡ് ഹിമാചൽ ഹിമാലയാസ് അല്ലെങ്കിൽ ലെസർ ഹിമാലയാസ് എന്ന് പറഞ്ഞ് പഠിച്ച മേഖലയേക്കാൾ വീണ്ടും താരതമ്യേന കുറവായിരിക്കും. ഒരു ശരാശരി 1100 മീറ്റർ വരെയൊക്കെ വരുന്ന ഉയരം മാത്രമാണ് ഷിവാലിക് നിരയ്ക്ക് കാണാൻ സാധിക്കുക. ജമ്മു കുന്നുകൾ പോലുള്ള താരതമ്യേന ഉയരം കുറഞ്ഞ കുന്നുകളും ഷിവാലിക് നിരയുടെ ഭാഗമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഈ ഷിവാലിക് റേഞ്ചിനും തൊട്ട് മുന്നേ നമ്മൾ പഠിച്ച ഹിമാചൽ എന്ന അല്ലെങ്കിൽ ലെസർ ഹിമാലയാസ് എന്ന് പറഞ്ഞ് പഠിച്ച റേഞ്ചിനും ഇടയിലായി കാണുന്ന താഴ്വരകളെ വിളിക്കുന്ന പേരാണ് ഡുണ്ണുകൾ. നമ്മുടെ പട്ടാളക്കാർ പറയുന്ന ഡെറാഡൂൺ, അതുപോലെ കോട്ട്ലി ഡുൺ, പാട്ട്ലി ഡുൺ, ഇങ്ങനെ കുറച്ച് ഡുണ്ണുകൾ നമുക്ക് പറയാൻ സാധിക്കും ആ പ്രദേശത്ത്. ആ ഡെറാഡൂണും മറ്റു കാര്യങ്ങളും എല്ലാം തന്നെ ശരിക്കും പറഞ്ഞാൽ ഡുണ്ണെന്ന് വിളിക്കുന്നത് ഒരു ഫിസിയോഗ്രാഫിക് ഡിവിഷൻ പോലെ എന്ന രീതിയിൽ പരിഗണിക്കാൻ പറ്റും. ഒരു ഫിസിക്കൽ എക്സിസ്റ്റൻസ് ആണ് അത്. ഈ ലെസർ ഹിമാലയാസും അതുപോലെ നമ്മുടെ ഔട്ടർ ഹിമാലയാസായ ഷിവാലിക്സും തമ്മിലുണ്ടാക്കുന്ന താഴ്വരകളായി പരിഗണിക്കുന്ന സ്ഥലങ്ങളാണ്. The Shivalik range forms from northeast India up to Nepal are covered with thick forest, but the forest cover decreases towards the west from Nepal. ശരിയാണല്ലോ, കാരണം ഏറ്റവും ഈസ്റ്റേൺ സൈഡിലേക്ക് പോകുന്ന സമയത്ത് ഷിവാലിക് റേഞ്ചൊക്കെ വളരെ മിനിമലാണ്. നമ്മൾ പറയും ഷിവാലിക് റേഞ്ച് അങ്ങനെ ഇങ്ങനെ കാണാൻ സാധിക്കില്ല. കൂടുതലും തിക്കായിട്ടുള്ള ഫോറസ്റ്റ് കവറാണ് നമുക്ക് കാണാൻ പറ്റുക ഈസ്റ്റേൺ സൈഡിൽ. വെസ്റ്റേൺ സൈഡിലേക്ക് മൂവ് ചെയ്യുന്നതിനനുസരിച്ച് സ്നോ കവേർഡായിട്ടുള്ള റീജിയൻസിൻ്റെ പ്രസൻസ് കൂടുതൽ കാണാനും സാധിക്കും എന്നുള്ളതാണ്. പ്രോമിനൻസ് ഓഫ് ദി മൗണ്ടൻ റേഞ്ച് ഓഫ് ഷിവാലിക്സും എവിടെയാണ് നിൽക്കുന്നതെന്ന് പറയാൻ പറ്റും. വെസ്റ്റേൺ ഹിമാലയാസിൻ്റെ ഭാഗമായിട്ട് തന്നെയെന്ന് പറയാൻ പറ്റും. അത് ജനറലി നമ്മൾ പറയുന്നതാണ് ഹിമാലയത്തിൻ്റെതായ പൂർണ്ണമായിട്ടുള്ള ആ ഒരു സ്ട്രെങ്ത് എക്സ്പീരിയൻസ് ചെയ്യുന്നത് കൂടുതലും ആ ഒരു വെസ്റ്റേൺ പോർഷൻസിലാണ്. ഈസ്റ്റിലോട്ട് പോകുന്നതനുസരിച്ച് അത് കുറയുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. 2 മുതൽ 20 മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയിരിക്കുന്നതാണ് ഈ പറയുന്ന ക്രെറ്റേഷ്യസ് പീരീഡിലൊക്കെ തുടങ്ങിയിരിക്കുന്നതാണ് ഈ 3 പർവ്വത നിരകളുടെയും ഫോർമേഷൻ എന്ന് പറയുന്നത്. ഈ ഷിവാലിക്സിൽ കൺസോളിഡേറ്റഡ് ആയിട്ടുള്ള സാൻഡും ഗ്രാവലും കൊഗ്ലോമറേറ്റ് ഡെപ്പോസിറ്റുകളും മറ്റുമൊക്കെ ഉണ്ട്, അലൂവിയമൊക്കെ. ഇത് ശരിക്കും പറഞ്ഞാൽ ഷിവാലിക്സിലുണ്ട് എന്ന് പറയുന്നതിനേക്കാളും ഷിവാലിക്സ് കഴിഞ്ഞിട്ട് തുടങ്ങുന്നു എന്ന് പറയുന്നതാണ് നല്ലത്. ശരിക്കും നമുക്ക് ഈ ഡെപ്പോസിറ്റ്സ് വ്യാപകമായിട്ട് കാണാൻ പറ്റുന്നത് ഉത്തര സമതലങ്ങളിലാണ്, ഉത്തര മഹാസമതലങ്ങളിലാണ്, നോർത്തേൺ പ്ലെയിൻസിലാണ് കാണാൻ പറ്റുക. പക്ഷേ ഈ ഹൈ റേഞ്ചസ് മുതൽ ചെറിയ തോതിൽ നമുക്ക് അലുവിയൽ ഫാൻസ് ഒക്കെ കാണുന്നത് അവിടെയാണ്. ഈ ഷിവാലിക്സ് മുതൽ എന്ന രീതിയിൽ ഷിവാലിക്സും പർവ്വതനിരയാണല്ലോ, ആ ഷിവാലിക്സ് കഴിഞ്ഞിട്ടുള്ള പ്രദേശങ്ങൾ മുതൽ ഇത്തരത്തിൽ ധാരാളം ഡെപ്പോസിറ്റ്സ് കാണാനും ഉത്തരമഹാസമതലത്തിൻ്റെ ഫോർമേഷൻ കാണാനും സാധിക്കുന്നുണ്ടാവും. These deposits are flooded and hardened due to the compression offered by northward movement of the നമ്മുടെ ഇന്ത്യൻ പ്ലേറ്റ്. ഈ ഇന്ത്യൻ പ്ലേറ്റിൻ്റെ വീണ്ടും നമ്മൾ പറഞ്ഞതാണല്ലേ, ഹിമാലയാസ് ആർ സ്റ്റിൽ ഗ്രോയിങ് ബിക്കോസ് ഇന്ത്യൻ പ്ലേറ്റ് ഇന്നും യുറേഷ്യൻ പ്ലേറ്റിനോട് കൂട്ടിമുട്ടിക്കൊണ്ടേയിരിക്കുകയാണ്, അങ്ങോട്ട് വീണ്ടും കംപ്രഷൻസ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ കംപ്രഷൻസിൻ്റെ ഭാഗമായിട്ട് ഹിമാലയം ഇന്നും ഉയരം വെച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അതിനൊരു യങ് ഫോൾട്ട് മൗണ്ടൻസ് എന്ന് നമ്മൾ വിളിക്കുന്നതെന്ന് പഠിച്ചു. ആ ഒരു യുവത്വം ഈ പർവ്വതത്തിനുള്ളതിന് പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് ഈ പറയുന്ന മൂവ്മെൻറ്റാണ്. ആ മൂവ്മെൻ്റ് ഉള്ളതുകൊണ്ട് തന്നെ ഇവിടെയുള്ള നിക്ഷേപങ്ങളെ വീണ്ടും കംപ്രസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഭൂമി അല്ലെങ്കിൽ ഈ ഒരു ടെക്ടോണിക് പ്ലേറ്റ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇതിന് പുറമെയുള്ള റീജിയണൽ ഡിവിഷൻസ് ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. പഞ്ചാബ് ഹിമാലയസ് എന്ന രീതിയിൽ സിന്ധു മുതൽ സത്ലജ് വരെ, കുമയോൺ ഹിമാലയസ് എന്ന രീതിയിൽ സത്ലജ് മുതൽ കാലി വരെ, നേപ്പാൾ ഹിമാലയാസ് എന്നുള്ള രീതിയിൽ കാലി മുതൽ തീസ്ത വരെ, അസാം ഹിമാലയാസ് എന്ന പേരിൽ തീസ്ത മുതൽ ദിഹാങ്. ദിഹാങ് എന്ന് പറയുന്നതിന് അതർവൈസ് കോൾഡ് ആസ് ബ്രഹ്മപുത്ര. ഒന്നുകിൽ തീസ്ത മുതൽ ദിഹാങ് എന്ന് കാണും, അല്ലെങ്കിൽ ബ്രഹ്മപുത്ര എന്നായിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ തീസ്ത മുതൽ ബ്രഹ്മപുത്ര, രണ്ടും ഒന്ന് തന്നെയാണ്. കാരണം ദിഹാങ് തന്നെയാണ് എന്തായിട്ട് വിളിക്കുന്നത്, ബ്രഹ്മപുത്രയായിട്ട് വിളിക്കുന്നതെന്ന് തന്നെ അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ, പിന്നുള്ളത് ഈസ്റ്റേൺ ഹിൽസ് ആണ്, നമ്മുടെ പൂർവാഞ്ചൽ മേഖല. മിഷാമി, പട്കായ്, നാഗ, മീസോ ഹിൽസൊക്കെ ആയിട്ട് വരുന്ന നമ്മുടെ പൂർവാഞ്ചൽ മേഖല. പൂർവാഞ്ചലിൽ അങ്ങനെ ഇങ്ങനെ അധികം ചോദ്യങ്ങളൊന്നുമില്ല കേട്ടോ. പൂർവാഞ്ചൽ മേഖലയും താരതമ്യേന കുറവാണ്. മാത്രമല്ല പൂർവാഞ്ചലുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ തൊട്ട് മുന്നേ നമ്മൾ പറയുകയും ചെയ്തിട്ടുണ്ടായി, കുറച്ച് മുന്നേ ഡിസ്കസും ചെയ്തിട്ടുണ്ടായി കഴിഞ്ഞ ക്ലാസ്സിൽ. അതുകൊണ്ട് ഒരുപാട് നമുക്കിതുമായി ബന്ധപ്പെട്ട് പറയാനില്ല. മേഘാലയ പ്ലാറ്റ്യൂ, നമ്മുടെ ഗാരോ, ഖാസി, ജയന്തിയ ഹിൽസൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്ന ഭാഗമൊക്കെ നമുക്ക് പൂർവാഞ്ചലിൻ്റെ ഭാഗമായിട്ട് പറയാൻ സാധിക്കും. ഈസ്റ്റേൺ മോസ്റ്റ് ബൗണ്ടറി ആയിട്ട് ബ്രഹ്മപുത്ര എന്ന നദി ഫോം ചെയ്യുന്നു അല്ലെങ്കിൽ ഒഴുകി വരുന്നു എന്നുള്ളത് പറയാം. ദിഹാങ് ഗോർജ്, ഹിമാലയൻ ബെൻഡ്
സൗത്തിലേക്ക് ചെയ്യുന്നത് നമുക്കറിയാം. ദിഹാങ് ഗോർജ് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് ഈ പറയുന്ന പർവ്വത നിര സൗത്തിലേക്ക് ബെൻഡ് ചെയ്ത് ഒരു സൗത്ത് വേർഡ് മൂവ്മെൻറ്റ് കാണിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. This hill runs through the northeastern states, are mostly composed of strong sandstone which are sedimentary rocks. സാധാരണ ഹിമാദ്രി എന്ന ഏറ്റവും വടക്കൻ നിരയുടെ കാര്യമായിട്ട് നമ്മൾ പറഞ്ഞ പർവ്വതത്തിൻ്റെ ഭാഗമായിട്ടുള്ള റോക്കുകളെന്ന് പറയുന്നത് അത് ഗ്രാനൈറ്റ് പോലുള്ളവ കൊണ്ട് നിർമ്മിക്കപ്പെട്ടതാണെന്ന് പറഞ്ഞു. അതിനർത്ഥം അത് ഇഗ്നിയസ് റോക്കാണ്. എന്നാൽ ഈ കിഴക്കൻ ഭാഗത്ത് കാണുന്ന ശിലകളുടെ കാര്യത്തിൽ അവ അവസാദ ശിലകളാണെങ്കിൽ സെഡിമെൻ്ററി റോക്സ് ആണ് എന്ന് കാണാൻ സാധിക്കും. സ്ട്രോങ് സാൻഡ് സ്റ്റോൺസ് എന്ന രീതിയിലുള്ള സാൻഡ് സ്റ്റോണുകളായിട്ടുള്ള സെഡിമെൻ്ററി റോക്കുകളാണെന്ന് കാണാൻ സാധിക്കും. മാത്രമല്ല ഹിമാലയൻ പർവ്വത മേഖലകളിൽ ഏറ്റവും കൂടുതൽ ഡെൻസ്ലി ഫോറസ്റ്റഡ് ആയിട്ട് കാണാൻ പറ്റുന്ന മേഖല എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ പൂർവാഞ്ചലായിരിക്കും. ബാക്കിയുള്ളിടത്തൊക്കെ മഞ്ഞുറങ്ങി നിൽക്കുന്ന സ്ഥലങ്ങളാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ഫോറസ്റ്റ് കവർ അടങ്ങുന്ന പ്രദേശമാണ് നമ്മുടെ പൂർവാഞ്ചൽ എന്ന് പറയാം. Most of these ranges are separated from each other by numerous small rivers. The Barak is one of the most important river in Manipur and Mizoram. ചെറിയ ചെറിയ മേജർ നദികളെന്നല്ല, ചെറിയ ചെറിയ നദികളുടെ കാര്യത്തിൽ പറയുന്നതാണ്. സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്, ചെറിയ ചെറിയ റേഞ്ചസിനെ സെപ്പറേറ്റ് ചെയ്ത ചെറിയ നദികളുണ്ട്. അതിലൊന്നാണ് ബറാക്ക് നദി. അതുപോലെ ദ ഫിസിയോഗ്രഫി ഓഫ് മണിപ്പൂർ ഈസ് യുണീക്ക് ബൈ ദി പ്രസൻസ് ഓഫ് എ ലാർജ് ലേക്ക് നോൺ ആസ് ലോക്താക് ലേക്ക്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതാണ് ആ ലോക്താക് ലേക്കുമായിട്ട് ബന്ധപ്പെട്ട പരാമർശം. കേബിൾ ലംജാവോ പോലുള്ള പ്രശസ്തമായ ലോകത്തിലെ ഒരേ ഒരു ഒഴുകുന്ന നാഷണൽ പാർക്ക് അടങ്ങുന്ന തടാകമാണ് ലോക്താക് തടാകം. ലോകത്തിലെ ഒരേ ഒരു അല്ലെങ്കിൽ ലോകത്തിലാദ്യമായി ഫ്ലോട്ട് ചെയ്യുന്ന ഒരു LP സ്കൂള് സ്ഥാപിച്ചിരിക്കുന്ന സംസ്ഥാനവും ഇതേ മണിപ്പൂറാണ്, ലോക്താക് തടാകത്തിൻ്റെ ഭാഗമായിട്ട്. ബാക്കി ഈ കാര്യം നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ് അല്ലേ. ആ നാഗാലാൻഡിൻ്റെ കാര്യവും മുലാസസ് ബേസിനായിട്ട് മിസോറാമിന് അറിയപ്പെടുന്ന കാര്യവും നമ്മൾ സൂചിപ്പിച്ചിരുന്നതാണ്. അപ്പോൾ ബേസിക്കലി കഴിഞ്ഞ ക്ലാസ്സിന് വിപരീതമായിട്ട് നമുക്ക് ഈ ക്ലാസ്സിൽ വേണ്ടിയിരുന്നത് നോർത്ത് ടു സൗത്ത് ഡിവിഷൻസ് ഓഫ് ദി ഹിമാലയാസ് ആയിരുന്നു. ഹിമാദ്രി, ഹിമാചൽ, ശിവാലിക്സ് എന്ന 3 ഡിവിഷനെ പറ്റി അറിയുക എന്നുള്ളതായിരുന്നു ഈ ഒരു ക്ലാസ്സിൻ്റെ പ്രൈമറി ഒബ്ജക്റ്റീവ്.